പഠിക്കുന്ന കാലം തൊട്ടേ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഫാഷൻ ഡിസൈനർ ആവണം. പക്ഷേ ബുദ്ധിയില്ലാത്തതുകൊണ്ട് ആ ഡിസൈനർ ആകാനൊന്നും പറ്റിയില്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പഠിക്കുന്ന കാലത്ത് നമ്മൾ പുതിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ആ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ നമ്മളോട് ചോദിക്കില്ലേ നിങ്ങൾക്ക് എന്താകാനാണ് ആഗ്രഹം എന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ മറ്റുള്ളവർ പറഞ്ഞ് കോപ്പി അടിച്ച് പറയലായിരുന്നു. അതൊന്നും വലിയ ഐഡിയ അല്ല എന്ത് പഠിക്കണമെന്ന്. പഠനത്തിൽ ബാക്കൗട്ട് ആയതുകൊണ്ട് എന്താവണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ പുതിയൊരു പീരീഡും കൂടി വന്നു, ആർട്ട് പീരീഡ്. അതിൽ ഞങ്ങൾക്ക് പേപ്പർ കൊണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കുക, ചിത്രം വരയ്ക്കുക, പിന്നെ അതേപോലെ തയ്യൽ, നൂല് കൊണ്ട് ഉടുപ്പ് ഉണ്ടാക്കുക, ഗ്ലാസ് പെയിൻറ്റിങ്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആക്ടിവിറ്റീസുകളൊക്കെ ഉള്ള ഒരു പീരീഡ്. അപ്പോൾ എനിക്ക് ആ പീരീഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് മുതൽ എനിക്കുണ്ടായ ഒരു ആഗ്രഹം എനിക്കൊരു ഫാഷൻ ഡിസൈനർ ആവണമെന്ന്. 10ാം ക്ലാസ് കഴിഞ്ഞ് വെക്കേഷൻ സമയത്ത് സ്റ്റിച്ചിങ് പഠിക്കാൻ പോയി. ഫുള്ളായിട്ട് പഠിച്ചിട്ടില്ല, കീറിയത് തയ്ക്കാനും അതേപോലെ മെഷീൻ ചവിട്ടാനും പഠിച്ചു പോന്നു. +1 ഫുള്ളായിട്ടില്ല. +1ൻ്റെ പരീക്ഷ തുടങ്ങുമ്പോഴേക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ +1ന് പോയിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് പിന്നെയും ചേർന്നു. 6 മാസത്തെ കോഴ്സായിരുന്നു. പക്ഷേ 6 മാസം കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഒരു 2 മാസം തികച്ചു പോയിട്ടുണ്ടോ എന്നറിയില്ല. അന്നപ്പോഴേക്ക് പല ഇഷ്യൂസ് കാരണം അതും എനിക്ക് നിർത്തി വെക്കേണ്ടി വന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അന്ന് നിർത്തി വെപ്പിച്ച ആൾ തന്നെ എനിക്ക് 6 മാസത്തെ കോഴ്സ് ഈ 2 വർഷം മുൻപ് എനിക്ക് സാധിപ്പിച്ച് തന്നു. അങ്ങനെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടില്ലെങ്കിൽ, ഫുള്ളായിട്ട് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തയ്ക്കാൻ എനിക്ക് പഠിക്കാൻ പറ്റി. ആ ഒരു റിസൾട്ടാണ്. ഞാൻ കൈകൊണ്ട് തുന്നിയ ഡ്രസ്സുകളാണ് ഇതൊക്കെ.